നിനക്ക് ഞാൻ ഈ ക്രൗൺ അണിയിക്കുന്നു. താങ്ക് യു രേവ. ഇങ്ങനത്തെ ക്രൗണ് കാട്ടില് താമസിക്കുന്ന കാട്ടുജാതിക്കാരാ അണിയുന്നത്. ശരിക്കും കാട്ടിലെ ആദിവാസികളുണ്ടോ? അവരൊക്കെ ഭയങ്കര അപകടം പിടിച്ചവരാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. നീ കേട്ടത് വളരെ ശരിയാ. അവരൊക്കെ ഭയങ്കര അപകടം പിടിച്ച ആൾക്കാരാ. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഞാൻ അവരുമായി ഏറ്റുമുട്ടിയതാ. അതെങ്ങനെ? അതായത് ഒരു ആദിവാസി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. അവന് ആഹാരം വേണോന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് അവന് കഴിക്കാനൊക്കെ കൊടുത്തതാ. പക്ഷെ മിക്കപ്പോഴും വരാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം പറഞ്ഞു ആ വരുന്ന കാട്ടുജാതിക്കാർക്ക് ആഹാരം കൊടുക്കണ്ടാന്ന്. പിന്നെന്താ സംഭവിച്ചേ? ആ കാട്ടുജാതിക്കാർക്ക് ദേഷ്യം വന്നിട്ടേ ഒറ്റയടിക്കാണ് ഒരുപാട് അമ്പ് നമ്മുടെ നേരെ ഇരുന്നത്. ഞാനാരാ മോൻ, ഞാൻ വളരെ ശക്തിയോടെ സൂം സൂം എന്നും പറഞ്ഞ് എല്ലാ അമ്പും അങ്ങോട്ട് കൈകോടെ പിടിച്ച് ആ കിട്ടിയ അമ്പ് മുഴുവൻ ഇതുപോലെ ഒരു ക്രൗൺ ഉണ്ടാക്കി അവരുടെ നേതാവിന്റെ തലയിൽ ഇട്ട് കൊടുത്ത് ഞാൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി മേലെ ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞു. അഥവാ വന്നാൽ ഒരമ്പ് പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കാട്ടുജാതിക്കാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് ആദ്യം അവരുടെ നേതാവാക്കി മാറ്റി. ഞാൻ പറഞ്ഞു ശരിയല്ല ആദി? അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ആക്ടിങ് ആയിരുന്നല്ലേ? എന്നെ അവിടെ ഇരുന്ന് കളിയാക്കണായിരുന്നല്ലേ? അല്ല ആദിയോടി, ഒരിക്കലും ആദിവാസികള് ഭീകരരല്ല. വനത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവരങ്ങനെയാണ് പെരുമാറുന്നത്. ഹലോ ശിവ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? ലഡു സിംഗ് സർ, ഇത്രയധികം പ്രൊട്ടക്ഷൻ എന്തിനാ ഇട്ടിരിക്കുന്നത്? വെള്ള യുദ്ധത്തിന് പോവാണോ? കറക്റ്റ്. ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കാടിനകത്ത് ടെററിസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. 10 പേരടങ്ങിയ സംഘമാണ് കാട്ടിൽ ഒളിച്ചിരിക്കുന്നത്. മറ്റാരും അറിയാതെ ഞങ്ങൾ കമാൻഡോ ഫോഴ്സിനോടൊപ്പം പോയി അവരെ പിടിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. വന്നോ, നിങ്ങളും വന്നോ ഞങ്ങളോടൊപ്പം അവരെ പിടിക്കാൻ. വേഗം കേറ്. താനെന്തായി പറയുന്നേ? താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വെറുതെ കുട്ടികളോടൊന്നിനാ വരാൻ പറയുന്നേ. വേഗം കേറ്, പോകാം, സമയമായി. ഓക്കെ സാർ, ഓക്കെ. ചിലപ്പോ ലഡു സിംഗ് സാറിന് നമ്മുടെ സഹായം തീർച്ചയായും വേണ്ടി വരും. വരൂ, പുറകെ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. വേണ്ട വേണ്ട, എന്റെ അച്ഛൻ എന്നോട് ഒരു ദിവസം പറഞ്ഞതേ ഈ ടെററിസ്റ്റ് ഭയങ്കര അപകടം പിടിച്ച ആൾക്കാരാണെന്ന്. ലഡു സിംഗ് സാറ് നമ്മളെ സ്വയം വിളിക്കുന്നത് വരെ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. ഐ തിങ്ക് യു ആർ റൈറ്റ് രേവ. നമ്മളെന്താ, ടെററിസ്റ്റ് ആയാലും ശരി ആദിവാസി ആയാലും ശരി അവരവരുടെ പാട്ടിന് വിട്ടെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കുടല് കരിയുന്നു. ഒന്ന് നിക്ക്, എവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് നോക്കി. വെയിറ്റ് എ മിനിറ്റ് സാർ, ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. സാർ, നിങ്ങളിപ്പോ പറഞ്ഞത് വളരെ ശരിയാണ് സാർ. ആ ജഗീര ടെററിസ്റ്റ് ഗുണ്ട ദുഷ്ടൻ നമ്മുടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് സാർ. ഇനി അവർക്ക് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല സാർ. അവന്മാരെ വെറുതെ വിടരുത്. ഈ ജഗീരെ നീ ദുഷ്ടനും ഗുണ്ടെന്നാണ് വിളിച്ചത്? സാർ, ആ ടെററിസ്റ്റിന് ആനച്ചെവിയാന്നാ തോന്നുന്നേ. ഒരുപാട് ദൂരെ നിന്നിട്ടും ഞാൻ ഇവിടെ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. ലഡു സിംഗ്, ഞാൻ പറയുന്നു കേൾക്ക്. ആഹാ, പക്ഷെ അതിനു മുമ്പ് ഒറ്റ തവണ നോക്കട്ടെ അവർ എത്ര പേരുണ്ടെന്ന്. ഞങ്ങൾ എല്ലാവരും 10 പേരുണ്ട്. ലഡു സിംഗ്, ഇറ്റ്സ് മൈ ഓർഡർ. ബൈനാക്കുലർ മാറ്റിയിട്ട് ഒന്ന് നേരെ നോക്ക്. ഓക്കെ സാർ. തോക്ക്. എലിയെ മാളത്തിന്നും ഈ ജഗീരയെ കാട്ടിൽ നിന്നും പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും മോനെ. എല്ലാത്തിനെയും കൊണ്ടുപോ. ശിവ, നീ വേഗം തന്നെ ഒന്ന് ചെയ്യണം. ഞങ്ങളെല്ലാരും ജഗീര ടെററിസ്റ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ പെട്ടെന്ന്. ഇന്ന് മുതൽ ഫോണിന് ഒരു ജോലിയുമില്ല. പുറത്ത് നിന്ന് നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ ഒരു കുഞ്ഞു പോലും വരില്ല. ശിവ എങ്ങനെ പോയിട്ട് വരും? ആരെ നമ്മളെ രക്ഷപ്പെടുത്തുക? നമുക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. ലഡു സിംഗ് സാറിനെയും കമാൻഡോയെയും ആ ടെററിസ്റ്റുകൾ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പോട്ടേട്ടോ, നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ വന്നാൽ മതി. അതും അല്ലാതെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഞാൻ ഉടൻ തന്നെ ഫോൺ ചെയ്യാം. ഉടനെ നഗരത്തിലോട്ട് വന്ന് ആരോടെങ്കിലും സഹായം ചോദിക്കണം. ഓക്കെ ശിവ, ലെറ്റ്സ് ഗോ.
ഹലോ കുട്ടികളെ, മര്യാദയ്ക്ക് പൊക്കോ. ആരാ ആരാത്? ഭൂതം, ശരിക്കും ഭൂതം. ഞാൻ ഭൂതമാണ്, നിങ്ങളെ പിടിച്ചു വിഴുകും. അവിടെ തന്നെ നിക്ക, ഞാൻ അടുത്ത് വന്ന് ഇപ്പൊ തന്നെ നിങ്ങളെ പിടിക്കും. 3 പേരെ പിടിച്ചു വിഴുകിയാല് 3 പേർക്ക് നല്ല രുചിയുണ്ടാവും. വാ വാ. വേണ്ട വേണ്ട, എന്നെ ഒരു രുചി ഉണ്ടാവുകയില്ല. ഞാൻ കൊള്ളൂല. എന്നെ വിട്ടേക്ക്. അതെ അതെ, എന്നെ വിട്ടേക്ക്. അതായത് ഞാൻ ഭയങ്കര നുണ പറയുന്നവനാണ്. അതുകൊണ്ട് ദേവാ. ആ. ആ. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. എന്നെ പിടിച്ച് വീഴുങ്ങല്ലേ. ഞങ്ങളെ ടെററിസ്റ്റ് പിടിച്ചിരിക്കുന്നു. വേഗം പുറകെ വാ. ആ. ശരി, എല്ലാവരും എത്തിക്കഴിഞ്ഞിവിടെ. കുട്ടികളെയെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലാക്കുക. പിന്നെ ഈ കമാൻഡേഴ്സിനെ എല്ലാം വേറൊരു ക്യാമ്പിലേക്ക് കൊണ്ടുചെന്നാക്ക്. പിന്നെ ഈ നിൽക്കുന്ന ലഡു സിംഗിനോട് ആഹാരം ഉണ്ടാക്കാൻ പറയേ. അതെ, നീ എന്നോടാണോ, ഒരു പോലീസ് ഇൻസ്പെക്ടറോടാണോ ആഹാരം ഉണ്ടാക്കാൻ പറയുന്നത്? ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്, അല്ലാതെ പാചകക്കാരനല്ല. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഈ കാണുന്ന പാത്രമൊക്കെ തേക്കേണ്ടി വരും. പോയി ആഹാരം ഉണ്ടാക്ക്. ഒന്ന് ആലോചിച്ച്, ഇപ്പൊ ശിവ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അഥവാ ശിവയുടെ ഉണ്ടായിരുന്നെങ്കിൽ വാതില് തുറന്ന് ആരെങ്കിലും അകത്തേക്ക് വന്നാൽ നല്ലൊരു ഫ്ലൈയിങ് കിക്ക് കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോയനെ. ആ പറഞ്ഞത് ശരിയാ, നമുക്കും അതുപോലെ ചെയ്യാം. അതെ, യു കാൻ ഡു ഇറ്റ്. എന്നാ ശരി, വേഗം ആരെങ്കിലും ഒക്കെ വിളിക്ക്. ഐ ആം റെഡി. ആരെങ്കിലും ഒന്ന് വേഗം വായോ. ഇത് കണ്ടോ, വാതില് തുറക്ക. എന്താ പറ്റി? എന്തിനാ കുട്ടി ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്? പറ. കുട്ടിയെന്ന് മാത്രം വിളിക്കരുത് അങ്കിൾ. എന്റെ പേരാണ് വീര. അത് ഒന്നുമില്ല അങ്കിൾ, അതായത് ഈ യൂടിക്ക് വിശക്കണെന്ന് പറഞ്ഞപ്പോ ഞാനൊരു സ്റ്റൈല് കാണിച്ചതാണ്. അതെ അതെ, ഭക്ഷണം കിട്ടും, പക്ഷെ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും. ഒരു ഇൻസ്പെക്ടറാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, കേട്ടല്ലോ. ആഹാരം റെഡിയായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരും. മനസ്സിലായല്ലോ പറഞ്ഞത്? അതുവരെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇരുന്നോളണം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? അതോ ഞാനിനി വീണ്ടും പറഞ്ഞു തരണോ? വേണ്ട വേണ്ട, ഞങ്ങക്ക് മനസ്സിലായി. എനിക്കുണ്ടല്ലോ ഒരു കാര്യം പറയുമ്പോ തന്നെ അപ്പൊ തന്നെ മനസ്സിലാകും. എന്റെ പേരാണ് വീര. ഇവിടെ ഒരു ഇൻസ്പെക്ടറിന് യാതൊരു മര്യാദയും കിട്ടുന്നില്ല. എന്നോടാണ് ആഹാരം ഉണ്ടാക്കാൻ പറയുന്നത്, അതും ഉണങ്ങിയ വിറകൊണ്ടേ. അല്ല ജഗീര, നിങ്ങളുടെ അടുത്ത് ഗ്യാസ് ഒന്നുമില്ലേ ആഹാരം ഉണ്ടാക്കാൻ? താൻ ചെന്ന് വിറക് കത്തിച്ചുള്ള ആഹാരം ഉണ്ടാക്കിയാ മതി. ഞാൻ ഇവിടെ തട്ടുകടയൊന്നും അല്ല തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഉള്ളതൊക്കെ കൊണ്ട് ഉണ്ടാക്കണം. എന്റെ ശിവ വന്നല്ലോ. ശിവ ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ശിവ, നീ നിന്റെ കളി ഇപ്പൊ തന്നെ തുണയിക്കോ. ലഡ്ഡു സാറേ, ഇങ്ങനെ ഒച്ച വെക്കല്ലേ. ഞാൻ നിങ്ങളോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്.
ഏ ശിവ ശിവ ഏ ശിവ ശിവ ഏ ശിവ ലഡു സിംഗ് സാറെ വേഗം പോകാൻ നോക്ക്, ഇവിടെ വഴി തെളിഞ്ഞിരിക്കാണ്. പോവാം. ശിവ, എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാര് ആ കുടിലിന്റെ അകത്തുണ്ടാവും. ലഡു സിംഗ് സാറെ, നിങ്ങൾ ആദ്യം ചെന്ന് അവരെ ആഹാരം കഴിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് വിളിപ്പിക്ക്. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഇൻസ്പെക്ടർ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നേ? വേഗം പറഞ്ഞേ. ഇൻസ്പെക്ടറോ? ആര്? ഞാനോ? ഇല്ല, ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന പാചകക്കാരൻ. ആ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ആഹാരം തയ്യാറായെന്ന് പറയാൻ വേണ്ടിട്ടാ. നിങ്ങളുടെ ബോസ് നിങ്ങളോട് ആഹാരം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ ആഹാരം കൊടുക്കട്ടെ. പോയിട്ട് പെട്ടെന്ന് വരണേ. ശരി ശരി, എന്നാ ഞാൻ വേഗം വരാം. പക്ഷേ വേലത്തിനൊന്നും എന്റെ അടുത്ത് കാണിക്കരുത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുവേ. എവിടെ പോയി? നമ്മുടെ കൂട്ടുകാരെ കാണുന്നില്ലല്ലോ. എന്തിനാ എന്നെ തല്ലിയത്? വേഗം ഓടിക്കോളൂ ഇവിടുന്ന്. കമാൻഡേഴ്സ് എവിടെയാന്ന് അറിയാമോ? അവരെ എല്ലാവരെയും പിടിച്ച് വേറൊരു കോട്ടേജിൽ കെട്ടിയിട്ടിരിക്കുക. പിടിച്ചു നോക്കാൻ വേഗം വേറെ വണ്ടി എടുത്തിട്ട് വാ. നമ്മുടെ താവളം കണ്ടുപിടിച്ചതിക്ക് ആരെയും വിടരുത്. എല്ലാരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. പട്ടാളക്കാരെ വിടിയിക്കാനായിട്ട് അവരിനി തീർച്ചയായിട്ടും ഇങ്ങോട്ട് തന്നെ വരും. എലിയെ മാളത്തിൽ നിന്നും ഈ ജഗീരിയെ കാട്ടിൽ നിന്നും പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടി. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
നിൽക്ക്. അവിടെ നിൽക്കാനാ പറഞ്ഞേ, അവിടെ നിൽക്ക്. പറഞ്ഞില്ലേ? വേണ്ട, വേണ്ട. ആ, കിക്ക്. അവരൊക്കെ അവിടെയുണ്ട്. ഓടിക്കോ, 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 അയ്യോ, ഓടിക്കോ. ഇവനാള് ഭയങ്കര കേമം തന്നെ. വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി രക്ഷയില്ല. കുട്ടി, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കുട്ടി, എന്റെ പ്ലാൻ മുഴുവനും നീ തകർത്ത് കളഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആ, ആ.
എന്റെ അമ്മോ. എന്തു പറ്റി അങ്കിൾ? എലി കുഞ്ഞുങ്ങളെ പോലെയുള്ള ഞങ്ങളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങളാണല്ലോ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചത്. കമാൻഡോക്കാരായ ഞങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയാതിരുന്ന ഈ ജോലി നീ ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നത് ശിവ. താങ്ക് യു ശിവ. നീ ബഹുമിടുക്കനാണ് ശിവ. താങ്ക് യു വെരി മച്ച്.